സി ഞാൻ ആലോചിക്കാറുണ്ട്, നമുക്ക് ചുറ്റുമുള്ള പുരുഷന്മാരിൽ പലരും ഈ സെക്ഷൽ പ്രോബ്ലം അനുഭവിക്കുന്നവരാണ്. അതിൻ്റെ ഒരു കണക്കൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 10ൽ 2 മുതൽ 5 വരെ ആൾക്കാർ ഈ സെക്ഷൽ പ്രോബ്ലം അനുഭവിക്കുന്നവരാണ്. പക്ഷെ എന്നിട്ടും ഈ സൈക്കോ തെറാപ്പി സെൻ്ററുകളിലേക്കോ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കോ ഇവരെത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ആണുങ്ങളുടെ ഉള്ളിലൊരു ആണത്വം, പൗരുഷം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് വല്ലാതെ വേറെ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോൾ സെക്ഷൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട് എനിക്ക് എന്നുള്ളത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ വൈഫിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിക്കൊക്കെ ഒരു മോശമായിട്ടാണ് അവരെ കാണുന്നത്. അതാണ് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുന്നതിനെ തടയുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സെക്ഷൽ പ്രോബ്ലംസ് ആണ് ഈ ആണുങ്ങൾക്ക് ഉള്ളത്. ഒന്ന് ഇറക്റ്റൈൽ പ്രോബ്ലം ആണ്, ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്, ഉദാഹരണ പ്രശ്നം എന്ന് പറയും. അല്ലെങ്കിൽ പ്രീമച്വർ ഇജാക്കുലേഷൻ, പെട്ടെന്ന് തന്നെ കളഞ്ഞു പോകുക, ഒരു 2 മിനിറ്റ് വരെയും സമയം നമുക്ക് ബന്ധപ്പെടുന്ന സമയത്ത് കിട്ടാത്ത ഒരു അവസ്ഥ. അല്ല ഹൈപ്പോസെക്ഷൽ അറോസൽ പ്രോബ്ലം, അതായത് സെക്ഷൽ താല്പര്യം കുറവുണ്ടാവും. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള സൈക്കോ തെറാപ്പീസ്, കൗൺസിലിങ്ങുകൾ നിലവിലുണ്ട്. സെക്സ് തെറാപ്പിക്കകത്ത് സെൻസൈറ്റ് ഫോക്കസ് തെറാപ്പി എന്നൊക്കെ പറയുന്ന പോലത്തെ തെറാപ്പീസ് നിലവിലുണ്ടായിരിക്കുകയും ഇവർ ഈ പ്രശ്നങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ച് ആരെയും അറിയിക്കാതെ അവർ തന്നെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് ചുറ്റും അങ്ങനെ അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്.